അഴീക്കോട് ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം. നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടി 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിലാണ് അപകടം നടന്നത്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? കൃഷ്ണേന്ദു, അഴീക്കോട് നീർക്കടവ് മുച്ചിരിയൻ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 ഈ ദുരന്തമുണ്ടായത്. തെയ്യക്കോലം ഇറങ്ങാൻ നേരത്ത് ഒരു കൂട്ടർ പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ഗുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടി എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ അപകടത്തിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ മറ്റ് 2 പേർ ഇപ്പോൾ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആദിത്ത്, മിഥുൻ എന്നിവരെയാണ് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അനുമതിയില്ലാതെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. വെടിക്കെട്ട് നടത്തുന്നതിന് ഒരു അനുമതിയും പോലീസിൽ നിന്ന് അവർ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാങ്ങിയിരുന്നില്ല. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് തങ്ങൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് ഏർപ്പെടുത്തിയിരുന്നില്ല. ഇത് ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് അവരുടേതായ രീതിയിൽ ഒരു വെടിക്കെട്ട് നടത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളടക്കം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണെന്ന് വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷ് വ്യക്തമാക്കി. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഈ സംഘാടകരെയും അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, എന്ത് പടക്കമാണ് പൊട്ടിയത് എന്ന കാര്യത്തിലടക്കം വ്യക്തത കൈവരികയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ചൈനീസ് പടക്കമാണ് പൊട്ടിയതെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. നാടൻ ഗുണ്ട് അവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ നാടൻ ഗുണ്ടാണോ വീണു പൊട്ടി ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശക്തമായ ഒരു സ്ഫോടനം ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഈ പടക്കം പൊട്ടിത്തെറിച്ചത് എന്ന് ദൃക്സാക്ഷികളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായി ഒരാൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൊത്തം 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താതെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നും പോലീസ് പറയുന്നു. എന്തായാലും പോലീസ് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ മൊഴി അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും തങ്ങൾക്ക് ഈ വെടിക്കെട്ടുമായി ബന്ധമില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവർത്തിച്ച് മാധ്യമങ്ങളോടക്കം ഇപ്പോൾ പറയുന്നുമുണ്ട്. കൃഷ്ണേന്ദു.